നമസ്കാരം. മണ്ഡലമാസം ആരംഭിച്ചിരിക്കുകയാണ്. മണ്ഡലമാസവുമായി ബന്ധപ്പെട്ട തൊടുകുറിയാണ് ഇവിടെ പരാമർശിക്കാനായി പോകുന്നത്. സർവ്വസൗഭാഗ്യങ്ങളും ഐശ്വര്യങ്ങളും സാക്ഷാൽ അയ്യപ്പസ്വാമിയുടെ അനുഗ്രഹത്താൽ ജീവിതത്തിൽ വന്ന് നിറയുന്നതായ അഥവാ ഇരട്ടിയായി വന്ന് നിറയുന്നതായ സമയമാണ് മണ്ഡലമാസം. ഈ വ്രതശുദ്ധിയുടെ നാളുകളിൽ ഭഗവാനുമായി ബന്ധപ്പെട്ട ഒരു തൊടുകുറിയിലൂടെ നിങ്ങളുടെ ജീവിതത്തിൽ സംഭവിക്കാൻ പോകുന്നതായ പ്രധാനപ്പെട്ട ചില കാര്യങ്ങളെക്കുറിച്ച് മനസ്സിലാക്കാം. അതിനായി ഏവരും ചെയ്യേണ്ടത് തന്നിരിക്കുന്നതായ ഈ 3 ചിത്രങ്ങളിൽ ഒരു ചിത്രം തിരഞ്ഞെടുക്കുക. നിങ്ങളുടെ ജീവിതത്തിൽ സംഭവിക്കാൻ പോകുന്ന ആ പ്രധാനപ്പെട്ടതായ കാര്യങ്ങളെക്കുറിച്ച് വിശദമായി തന്നെ മനസ്സിലാക്കാം. ഏവരും സ്വാമിയെ ഒരു നിമിഷം മനസ്സിൽ സ്മരിച്ചുകൊണ്ട് ഒരു ചിത്രം തിരഞ്ഞെടുക്കുക. ഏവരും ഒരു ചിത്രം തിരഞ്ഞെടുത്തു എന്നാണ് കരുതുന്നത്. ഇനി ഫലങ്ങളെക്കുറിച്ച് പരാമർശിക്കാം. അതിനു മുന്നോടിയായി ഏവരും സ്വാമിയെ ശരണമയ്യപ്പ എന്ന് കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുവാൻ ശ്രമിക്കുക. ഭഗവാന്റെ ആദ്യത്തെ ചിത്രമാണ് നിങ്ങൾ തിരഞ്ഞെടുത്തത് എങ്കിൽ ഫലങ്ങൾ ഇപ്രകാരമാകുന്നു. ജീവിതത്തിൽ വളരെയധികം വിജയങ്ങൾ ആഗ്രഹിക്കുന്നവരാണ് നിങ്ങൾ. എന്നാൽ പലപ്പോഴും അത് നിങ്ങൾക്ക് സാധ്യമാകുന്നില്ല എന്നതാണ് വാസ്തവം. പലപ്പോഴും പ്രതീക്ഷിച്ചതായ വിജയങ്ങൾ പോലും തട്ടിത്തെറിച്ച് പോകുന്നതായ സാഹചര്യം, മനസ്സിന് വിഷമങ്ങൾ നിറഞ്ഞതായ സമയം, എന്ത് ചെയ്താലും പൂർണ്ണതയിൽ എത്താത്തതായ അവസ്ഥയോ അല്ലെങ്കിൽ നിങ്ങൾക്ക് പ്രതീക്ഷിക്കുന്ന നേട്ടങ്ങളോ അല്ലെങ്കിൽ വിജയങ്ങളോ സ്വന്തമാക്കാതെ വിഷമിക്കുന്നതായ സാഹചര്യമുണ്ട്. മനസ്സിൽ പല വിധത്തിലുള്ള ദുഃഖങ്ങളും ദുരിതങ്ങളും മനസ്സിൽ നിറഞ്ഞിരിക്കുന്നതായ സമയം, ദുരിതങ്ങളിൽ നിന്നും എപ്രകാരം തരണം ചെയ്ത് അല്ലെങ്കിൽ അതിൽ നിന്നും എപ്രകാരം മോചനം ലഭിക്കും എന്ന് മനസ്സിലാക്കാത്ത സാഹചര്യം പോലും നിങ്ങൾക്കുണ്ട്. അതിൽ മാറ്റങ്ങൾ വന്നു ചേരണം എന്ന് ആഗ്രഹിക്കുന്നവരാണ് നിങ്ങൾ അതിനുവേണ്ടി ശ്രമങ്ങൾ നടത്തുകയാണ് എങ്കിൽ തീർച്ചയായും അതിൽ വിജയം കാണും എന്ന കാര്യം പ്രത്യേകം ഓർക്കുക. ഗുണാനുഭവങ്ങൾ വർദ്ധിക്കുന്നതായ സാഹചര്യമാണ് ജീവിതത്തിലേക്ക് വന്നു ചേരുക. ഗുണാനുഭവങ്ങൾ പ്രധാനമായും ഭഗവാന്റെ അനുഗ്രഹത്താൽ നിങ്ങളുടെ ജീവിതത്തിലേക്ക് കടന്ന് വരിക തന്നെ ചെയ്യും. 41 ദിവസങ്ങൾക്കുള്ളിൽ തന്നെ ഇത്തരം കാര്യങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ പ്രകടമായി തുടങ്ങും. വിദ്യയുമായി ബന്ധപ്പെട്ട് ഉയർച്ച നേടുവാൻ സാധിക്കുന്നതായ സാഹചര്യമാണ് ഉള്ളത്. ജോലി ലഭിക്കുക അല്ലെങ്കിൽ ജോലി മാറാനുള്ള സാഹചര്യങ്ങൾ നിങ്ങൾക്ക് അനുകൂലമായി തീരുക തുടങ്ങിയ കാര്യങ്ങളും ജീവിതത്തിൽ സംഭവിക്കാം. സാമ്പത്തികപരമായ ഉയർച്ച വന്നു ചേർന്നു എന്ന് വരാം. ഉയർച്ച നേടുവാൻ സാധിക്കുന്നതായ ഒരു സമയം തന്നെയാണ് ഇത്. ഭഗവാനെ നിങ്ങൾ ആരാധിച്ച് മുന്നോട്ട് പോകുന്നതിലൂടെ പുതിയ അവസരങ്ങൾ കടന്നു വരികയും അത് യഥാവിധി നിങ്ങൾക്ക് ശരിയായ രീതിയിൽ വിനിയോഗിക്കുവാൻ സാധിച്ചു എന്ന് വരാം. സ്വർഗതുല്യമായ ജീവിതം തന്നെയാണ് നിങ്ങളുടെ ജീവിതത്തിലേക്ക് കടന്നു വരിക എന്ന കാര്യവും പ്രത്യേകം ഓർക്കേണ്ടതായിട്ടുണ്ട്. പ്രധാനമായും നിങ്ങൾക്ക് ഈ സമയം പല കാര്യങ്ങളുമായി ബന്ധപ്പെട്ട് മനസ്സിലുള്ള ആ വിഷമങ്ങൾക്ക് പരിഹാരം കണ്ടെത്തുവാൻ സാധിക്കുന്നതായ സാഹചര്യങ്ങൾ, ആ പരിഹാരങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങളുടെ കൺമുൻപിൽ തെളിയുന്നതായ സാഹചര്യങ്ങൾ ഉണ്ടാകുന്നതാണ്. പല യാത്രകളും നിങ്ങൾക്ക് അനുകൂലമായി ഭവിക്കും. ആഗ്രഹിച്ചതായ പല കാര്യങ്ങളും ഈ സമയം നിങ്ങളിലേക്ക് വന്ന് ചേരുവാനുള്ള അല്ലെങ്കിൽ ആഗ്രഹ സാഫല്യങ്ങൾ ജീവിതത്തിൽ സംഭവിക്കാനുള്ള സാധ്യതകൾ കൂടുതലാണ്. ഈശ്വരാധീനം വർദ്ധിച്ചിരിക്കുന്നതായ സാഹചര്യമാണ് ഉള്ളത്. അതിനാൽ തന്നെ ചെയ്യുന്ന പ്രവൃത്തികളിൽ പല കാര്യങ്ങളിലും വിജയങ്ങൾ നിങ്ങളെ തുണച്ചു എന്ന് വരാം. കൂടാതെ ഈ സമയം ഭാഗ്യം നിങ്ങൾക്ക് അനുകൂലമായി തീരാം. മാനസികപരമായ ആ വിഷമതകൾ തരണം ചെയ്ത് മുന്നോട്ട് പോകുവാനുള്ള സാഹചര്യങ്ങൾ നിങ്ങളുടെ ജീവിതത്തിലേക്ക് വന്നു ചേരും. ആരോഗ്യപരമായ പ്രശ്നങ്ങളാൽ വിഷമിക്കുന്നവരാണ് എങ്കിൽ അത്തരം പ്രശ്നങ്ങളെ ഒരു പരിധിവരെ തരണം ചെയ്ത് മുന്നോട്ട് പോകുവാൻ സാധിക്കുന്നതായ സാഹചര്യമാണ് ഉണ്ടാവുക. ഈ സമയം നിങ്ങൾക്ക് വീട് അല്ലെങ്കിൽ ആരോഗ്യം തുടങ്ങിയ കാര്യങ്ങളുമായി ബന്ധപ്പെട്ട് അനുകൂലമായ ഫലങ്ങൾ വന്നു ചേരാം. വീടുമായി ബന്ധപ്പെട്ട് പല വിധത്തിലുള്ള പ്രശ്നങ്ങൾ, ഐക്യമില്ലാത്തതായ സാഹചര്യങ്ങൾ ഉണ്ട് എന്നത് വാസ്തവമാണ്. അല്ലെങ്കിൽ ചില തർക്കങ്ങളുണ്ട്. അത്തരം പ്രശ്നങ്ങളെ ഒരു പരിധിവരെയെങ്കിലും പരിഹരിക്കുവാൻ സാധിക്കുന്നതായ സാഹചര്യമാണ് ഉണ്ടാവുക. സന്തോഷകരമായ നിമിഷങ്ങൾ, മനസ്സിന് വളരെ സന്തോഷം പകരുന്നതായ ചില കാര്യങ്ങൾ നിങ്ങളുടെ ജീവിതത്തിലേക്ക് കടന്നു വരാനുള്ള സാധ്യതകൾ കൂടുതലാകുന്നു. സമാധാനം, എന്തെന്നില്ലാത്ത സമാധാനം ലഭിക്കുവാൻ സാധ്യത കൂടുതൽ തന്നെയാകുന്നു. ഈശ്വരാധീനം അഥവാ സാക്ഷാൽ ഭഗവാന്റെ കടാക്ഷം കുറയില്ല എന്നതാണ് വാസ്തവം. നടക്കേണ്ടതായ പല കാര്യങ്ങളും അത് ഭാവിയിലാണ് എങ്കിൽ പോലും കൃത്യമായ സമയത്ത് നടക്കേണ്ടതായ ആ സമയത്ത് തന്നെ നടക്കുന്നതാണ്. കൃത്യസമയത്ത് നടക്കും എന്ന് തന്നെ പരാമർശിക്കാം. ബന്ധുക്കൾ, സുഹൃത്തുക്കൾ,
കൂടാതെ വേണ്ടപ്പെട്ടവരുമായി ബന്ധപ്പെട്ടും അനുകൂലമായ ചില കാര്യങ്ങൾ, ആവശ്യമായ സഹായം ലഭിക്കുക തുടങ്ങിയ കാര്യങ്ങളും ജീവിതത്തിൽ സംഭവിക്കാവുന്നതാണ്. പല കാര്യങ്ങളും പെട്ടെന്ന് നടക്കുവാനുള്ള സാഹചര്യങ്ങളും നിങ്ങളുടെ ജീവിതത്തിലേക്ക് കടന്ന് വരിക തന്നെ ചെയ്യും. ഇപ്പോൾ അനുഭവിക്കുന്നതായ ആ പ്രശ്നങ്ങൾ താൽക്കാലികമാണ് എന്ന് മനസ്സിലാക്കി നിങ്ങൾ മുന്നോട്ട് പോകേണ്ടതായിട്ടുണ്ട്. രണ്ടാമത്തെ ചിത്രമായ അയ്യന്റെ സന്നിധിയാണ് നിങ്ങൾ തിരഞ്ഞെടുത്തത് എങ്കിൽ ഫലങ്ങൾ ഇപ്രകാരമാണ്. ഭഗവാന്റെ അനുഗ്രഹം നിങ്ങളിൽ നിറഞ്ഞു നിൽക്കുന്നതിനാൽ മാത്രമാണ് ഈ കാര്യങ്ങൾ നിങ്ങൾക്ക് കേൾക്കുവാൻ സാധിക്കുന്നത് എന്ന കാര്യം പോലും ഓർക്കുക. അപ്രതീക്ഷിതമായ അത്ഭുതങ്ങൾ നിങ്ങളുടെ ജീവിതത്തിലേക്ക് ഭഗവാന്റെ അനുഗ്രഹത്താൽ കടന്ന് വരിക തന്നെ ചെയ്യും. 41 ദിവസങ്ങൾക്കുള്ളിൽ തന്നെ പല കാര്യങ്ങളും നിങ്ങളുടെ ജീവിതത്തിലേക്ക് വന്നു ചേരും. പല പ്രതീക്ഷിക്കാത്തതായ കാര്യങ്ങൾ, നിങ്ങൾക്ക് അനുകൂലമാകുന്നതായ കാര്യങ്ങൾ, മനസ്സിന് സന്തോഷം പകരുന്നതായ കാര്യങ്ങൾ, അത്തരത്തിൽ നിരവധിയാർന്ന കാര്യങ്ങൾ ജീവിതത്തിൽ സംഭവിക്കാൻ സാധ്യത കൂടുതലുള്ള ദിവസങ്ങൾ തന്നെയാകുന്നു. വിദ്യയുമായി ബന്ധപ്പെട്ടും കർമ്മരംഗവുമായി ബന്ധപ്പെട്ടും വളരെയധികം നേട്ടങ്ങൾ, അനുകൂലമായ കാര്യങ്ങൾ നിങ്ങളുടെ ജീവിതത്തിലേക്ക് വന്നു ചേരും. ഉയർച്ച നേടുവാൻ സാധിക്കുന്നതായ സാഹചര്യമാണ് ഉള്ളത്. അല്ലെങ്കിൽ അത്തരത്തിലുള്ള അനുഗ്രഹങ്ങൾ ഭഗവാന്റെ അനുഗ്രഹത്താൽ നിങ്ങളുടെ ജീവിതത്തിലേക്ക് കടന്ന് വരിക തന്നെ ചെയ്യും. ഈ സമയം ദാമ്പത്യ ജീവിതത്തിൽ ഉണ്ടായിരുന്നതായ ചില പ്രശ്നങ്ങൾ പോലും പരിഹരിച്ച് നിങ്ങൾക്ക് മുന്നോട്ട് പോകുവാൻ സാധിക്കുന്നതായ സാഹചര്യമാണ് ഉണ്ടാവുക എന്ന കാര്യവും പ്രത്യേകം ഓർക്കേണ്ടതായിട്ടുണ്ട്. ധനം കൈകളിലേക്ക് വന്നു ചേരാം. ആവശ്യമുള്ള ധനം അല്ലെങ്കിൽ നിങ്ങൾക്ക് അനിവാര്യമായ ധനം, അത് സഹായമായാണ് എങ്കിലും ലഭിക്കാനുള്ള സാധ്യതകൾ കൂടുതലാകുന്നു. ശ്രമങ്ങൾ നടത്തുകയാണ് എങ്കിൽ ആ കാര്യങ്ങളിൽ വിജയങ്ങൾ നേടുവാൻ സാധിക്കും എന്ന കാര്യവും പ്രത്യേകം നിങ്ങൾ ഓർക്കുക. പുരോഗതി കൈവരിക്കുവാൻ സാധിക്കുന്നതായ സാഹചര്യമാണ് ജീവിതത്തിലുള്ളത്. ആത്മാർത്ഥമായി നിങ്ങൾ ആഗ്രഹിക്കുകയാണ് എങ്കിൽ ആ കാര്യങ്ങൾ ജീവിതത്തിൽ നടക്കാനുള്ള സാധ്യതകൾ വളരെ വർദ്ധിച്ചിരിക്കുന്നതായ സാഹചര്യം. നിങ്ങൾ പ്രാർത്ഥിക്കുന്നതായ കാര്യങ്ങൾ ജീവിതത്തിൽ നടക്കാനുള്ള സാധ്യത വർദ്ധിച്ചിരിക്കുന്നതായ സമയം കൂടിയാണ് ഇത്. നിങ്ങളുടെ പ്രാർത്ഥന അത് നടക്കും എന്നതാണ് വാസ്തവം. ഭഗവാന്റെ അനുഗ്രഹത്താൽ അത്തരം കാര്യങ്ങൾ നിങ്ങൾക്ക് കൂടുതൽ അനുകൂലമായി തീരും. അതിനാൽ നിത്യവും നിങ്ങൾ പ്രാർത്ഥിക്കുക. ഭഗവാന്റെ അനുഗ്രഹം നാൾക്ക് നാൾ നിങ്ങളിൽ വർദ്ധിച്ച് വരുന്നതാണ്. അടുത്തുള്ള ക്ഷേത്രങ്ങളിൽ തീർച്ചയായും, ശാസ്താക്ഷേത്രങ്ങളിലും ശിവക്ഷേത്രങ്ങളിലും തീർച്ചയായും നിങ്ങൾ ദർശനം നടത്തുക. നിങ്ങളുടെ ജീവിതത്തിലെ എല്ലാ ആഗ്രഹങ്ങൾ നടന്നില്ല എങ്കിൽ പോലും ഒരു പരിധിവരെ ആഗ്രഹങ്ങൾ നടക്കുക തന്നെ ചെയ്യും. പുതിയ വ്യക്തികൾ നിങ്ങളുടെ ജീവിതത്തിലേക്ക് സൗഭാഗ്യം നൽകുവാൻ സാധിക്കുന്നതായ ചില വ്യക്തികൾ കടന്ന് വന്നു എന്ന് വരാം. അത് സുഹൃത്താകാം, ഗുരുവാകാം, അല്ലെങ്കിൽ പങ്കാളിയാകാം. ഇത്തരത്തിൽ നിങ്ങളുടെ ജീവിതത്തിൽ ഏറ്റവും അനുകൂലമായ കാര്യങ്ങൾ നൽകുവാൻ സാധിക്കുന്നതായ ചില വ്യക്തികൾ കടന്ന് വരികയും അവരുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ അനുകൂലമായി ഭവിക്കാനുള്ള സാധ്യതകളും കൂടുതലാകുന്നു. എന്നാൽ ആരെയും പെട്ടെന്ന് കണ്ണടച്ച് വിശ്വസിക്കരുത് എന്ന കാര്യവും ഓർക്കേണ്ടതായിട്ടുണ്ട്. സൽപ്രവർത്തികൾ നിങ്ങൾ ചെയ്യുകയും അതിനാൽ തന്നെ ഭഗവാന്റെ കടാക്ഷം നിങ്ങളിൽ ഇരട്ടിക്കുകയും ചെയ്യാം. കളങ്കമില്ലാത്ത മനസ്സിന്റെ ഉടമകളാണ് നിങ്ങൾ. എന്നാൽ പലരും നിങ്ങളെ പറ്റിക്കുന്ന അല്ലെങ്കിൽ ചതിക്കുന്നതായ സാഹചര്യമാണ് ഉള്ളത്. ആത്മാർത്ഥമായ സ്നേഹം പലപ്പോഴും തിരിച്ചു ലഭിക്കാത്തതായ സാഹചര്യങ്ങൾ പോലും നിങ്ങൾക്കുണ്ട്. പെട്ടെന്ന് സന്തോഷവും പെട്ടെന്ന് വിഷമിക്കുകയും ചെയ്യുന്നതായ സാഹചര്യങ്ങൾ ജീവിതത്തിൽ നിരവധിയായി ഉണ്ടായിട്ടുണ്ട് എന്നതും വാസ്തവമാണ്. പലവിധ ചിന്തകൾ മനസ്സിലേക്ക് കടന്നു വരുന്നു. അതിൽ നിന്നും മുന്നോട്ട് പോകണം, അത്തരം ചിന്തകൾ ഒഴിവാക്കണം എന്ന ആഗ്രഹം നിങ്ങൾക്കുണ്ട്. എന്നാൽ അത് നിങ്ങൾക്ക് സാധിക്കാത്തതായ സാഹചര്യമാണ് ഉള്ളത്. അതിൽ നിന്നും മാറ്റങ്ങൾ വന്നു ചേരും. ശരിയായ രീതിയിൽ ചിന്തിച്ച് തന്നെ നിങ്ങൾക്ക് മുന്നോട്ട് പോകുവാൻ സാധിക്കുന്നതായ സാഹചര്യങ്ങൾ വന്നു ചേരും. ആപത്ത് പോലും ജീവിതത്തിൽ നിന്നും ഒഴിവാക്കുവാൻ ഭഗവാന്റെ അനുഗ്രഹത്താൽ നിങ്ങൾക്ക് സാധിക്കും. അപകടങ്ങളിൽ നിന്നും തലനാരിഴയ്ക്ക് രക്ഷപ്പെടാനുള്ള സാധ്യതകൾ പോലും കൂടുതലാണ്. കാരണം ഭഗവാന്റെ അനുഗ്രഹം, ഭഗവാന്റെ സാന്നിധ്യം തന്നെയാണ് നിങ്ങൾക്കൊപ്പമുള്ളത്. മറ്റുള്ളവർ പലപ്പോഴും നിങ്ങളെ അവഗണിക്കുന്നതായ സാഹചര്യമുണ്ട്. എന്നാൽ ഭഗവാന്റെ അനുഗ്രഹത്താൽ അതെല്ലാം തരണം ചെയ്ത് മുന്നോട്ട് പോകുവാനും അവർ പോലും നിങ്ങളെ അംഗീകരിക്കുന്നതായ കാലം അടുത്തു തന്നെ അല്ലെങ്കിൽ ഭാവിയിൽ നിങ്ങൾക്ക് പ്രതീക്ഷിക്കാവുന്നതാണ്. സ്വസ്ഥതയില്ലാത്തതായ അവസ്ഥകൾ ജീവിതത്തിൽ നിന്നും ഒഴിയും. അപവാദങ്ങൾ പലപ്പോഴും നിങ്ങളെ ബാധിക്കുന്നു. എന്നാൽ അത്തരം കാര്യങ്ങളെ തരണം ചെയ്യുവാൻ നിങ്ങൾക്ക് സാധിക്കും. പലപ്പോഴും നിങ്ങൾ സഹായിച്ചവർ പോലും നിങ്ങളെ തിരിഞ്ഞു നോക്കാത്തതായ അവസ്ഥ അഥവാ തിരിച്ച് സഹായിക്കാത്തതായ അവസ്ഥയുണ്ട്. അതിൽ മാറ്റങ്ങൾ വരും. ശരിയായ വ്യക്തികളെ നിങ്ങൾക്ക്
കണ്ടുപിടിക്കുവാനും നിങ്ങൾക്കൊപ്പം നിന്ന് ചതിക്കുന്ന വ്യക്തികളെ അല്ലെങ്കിൽ ഇത്തരം വ്യക്തികളെ തിരിച്ചറിഞ്ഞ് അവരെ ഒഴിവാക്കുവാനും നിങ്ങൾക്ക് പലപ്പോഴും സാധിക്കുന്നതുമാണ്. അതിനുള്ള അവസരങ്ങൾ ഭഗവാന്റെ അനുഗ്രഹത്താൽ ജീവിതത്തിലേക്ക് കടന്ന് വരിക തന്നെ ചെയ്യും. സാമ്പത്തിക പ്രശ്നങ്ങൾ ഒരു പരിധിവരെയെങ്കിലും പരിഹരിച്ച് മുന്നോട്ട് പോകുവാൻ നിങ്ങൾക്ക് സാധിക്കും. ഈ സമയം ഭഗവാനെ നിങ്ങൾ ആരാധിച്ച് മുന്നോട്ട് പോവുക. കാര്യങ്ങൾ നിങ്ങൾക്ക് കൂടുതൽ അനുകൂലമായി തീരുക തന്നെ ചെയ്യും. പുലിപ്പുറത്തുള്ള ഭഗവാന്റെ മൂന്നാമത്തെ ചിത്രമാണ് നിങ്ങൾ തിരഞ്ഞെടുത്തത് എങ്കിൽ ഫലങ്ങൾ ഇപ്രകാരമാണ്. ശത്രുക്കൾ നിങ്ങളുടെ ജീവിതത്തിൽ ഉണ്ട്. അവരുമായി ബന്ധപ്പെട്ട് പല രീതിയിലുള്ള പ്രശ്നങ്ങൾ അനുഭവിക്കുന്നവരാണ് നിങ്ങൾ. പലപ്പോഴും പല വ്യക്തികളുടെയും അസൂയയാൽ നിങ്ങൾക്ക് പലപ്പോഴും പല വിഷമങ്ങളും ജീവിതത്തിൽ കടന്ന് വന്നിട്ടുള്ളവരാകുന്നു. എന്നാൽ ഇത്തരത്തിലുള്ള പ്രശ്നങ്ങളെ എപ്രകാരം തരണം ചെയ്യുവാൻ സാധിക്കും എന്ന വ്യക്തമായ ചിന്ത അല്ലെങ്കിൽ അതേക്കുറിച്ച് വ്യക്തമായി മനസ്സിലാക്കി മുന്നോട്ട് പോകുവാൻ നിങ്ങൾക്ക് സാധിക്കും, തരണം ചെയ്യുവാൻ സാധിക്കും എന്ന് തന്നെ പരാമർശിക്കാം. ഭഗവാന്റെ അനുഗ്രഹത്താലാണ് ഈ കാര്യങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ സംഭവിക്കുന്നത് എന്ന കാര്യവും പ്രത്യേകം ഓർക്കുക. കുടുംബപരമായ പ്രശ്നങ്ങളുണ്ട് എന്നത് വാസ്തവമായ കാര്യമാകുന്നു. അത്തരം പ്രശ്നങ്ങൾ അല്ലെങ്കിൽ ചില തർക്കങ്ങൾ ജീവിതത്തിൽ നിന്നും ഒഴിവാക്കുവാൻ സാധിക്കുന്നതുമാണ്. 41 ദിവസങ്ങൾക്കുള്ളിൽ തന്നെ ഇത്തരം കാര്യങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ അനുകൂലമായി ഭവിക്കും. സാമ്പത്തികപരമായ പ്രശ്നങ്ങൾ ജീവിതത്തിൽ ഉള്ളവരാണ് നിങ്ങൾ. പലപ്പോഴും സാമ്പത്തികപരമായ പരാധീനതകളാൽ മുന്നോട്ട് പോകുവാൻ സാധിക്കാത്ത അല്ലെങ്കിൽ ആഗ്രഹിക്കുന്നതായ കാര്യങ്ങൾ നിവർത്തിക്കുവാൻ സാധിക്കാത്ത സാഹചര്യമുണ്ട്. അതിൽ ചില മാറ്റങ്ങൾ വന്നു ചേരും. നിങ്ങൾക്ക് ആവശ്യമുള്ള ധനം അത് സഹായധനമാണ് എങ്കിൽ പോലും കൈകളിലേക്ക് വന്നു ചേരുവാനുള്ള സാധ്യതകൾ കൂടുതലാകുന്നു. ദുഃഖങ്ങൾ പലതുണ്ട് മനസ്സിൽ, എന്നാൽ പുറമെ കാണിക്കാതെ പോകുന്നു എന്നതാണ് വാസ്തവം. അത്തരത്തിൽ മനസ്സിൽ ഒതുക്കിയിരിക്കുന്നതായ ആ പ്രശ്നങ്ങൾ നിങ്ങൾക്ക് ഒരു പരിധിവരെയെങ്കിലും ചിലതെങ്കിലും പരിഹരിക്കുവാൻ സാധിക്കുന്നതായ സാഹചര്യമാണ് 41 ദിവസങ്ങൾക്കുള്ളിൽ ജീവിതത്തിലേക്ക് കടന്നു വരിക. ഈശ്വര വിശ്വാസം അഥവാ ഭഗവാന്റെ അനുഗ്രഹം ഉള്ളവർ തന്നെയാണ് നിങ്ങൾ. അത് മുറുകെ പിടിച്ച് മുന്നോട്ട് പോകുവാൻ നിങ്ങൾ ശ്രമിക്കുകയാണ് എങ്കിൽ അത്തരം കാര്യങ്ങൾ നിങ്ങൾക്ക് അനുകൂലം തന്നെയാകുന്നു. ശുഭാപ്തി വിശ്വാസം നിങ്ങളിലേക്ക് കടന്ന് വരിക തന്നെ ചെയ്യും. അതിനാൽ നടക്കില്ല എന്ന് വിചാരിച്ചതായ കാര്യങ്ങൾ പോലും നിങ്ങൾക്ക് അനുകൂലമാക്കി തീർക്കുവാൻ സാധിക്കും. വീണാൽ പോലും തിരിച്ചെഴുന്നേൽക്കുവാൻ സാധിക്കുന്നതായ സാഹചര്യങ്ങൾ ജീവിതത്തിലേക്ക് വന്നു ചേരും. അത് ഭഗവാന്റെ അനുഗ്രഹത്താലാണ് എന്ന കാര്യം പ്രത്യേകം നിങ്ങൾ ഓർക്കേണ്ടതായിട്ടുണ്ട്. സ്വപ്നം കാണുവാനുള്ള സാധ്യതകൾ കൂടുതലാണ്. കാരണം പല വിധത്തിലുള്ള കാര്യങ്ങൾ നിങ്ങളുടെ മനസ്സിലേക്ക് കടന്ന് വരുന്നതാകുന്നു. അത് നടക്കണം എന്ന് സ്വപ്നം കാണുന്നവർ തന്നെയാണ് നിങ്ങൾ. അതിൽ ചില ആഗ്രഹങ്ങളെങ്കിലും നടക്കുവാനുള്ള അല്ലെങ്കിൽ ആഗ്രഹ സാഫല്യങ്ങൾ ജീവിതത്തിൽ സംഭവിക്കാനുള്ള സാധ്യതകൾ ഈ 41 ദിവസത്തിൽ അല്പം കൂടുതലാണ് എന്ന കാര്യവും മനസ്സിലാക്കുക. അടുക്കും ചിട്ടയും ഉള്ളവരാണ് നിങ്ങൾ. എപ്പോഴും പോസിറ്റീവായ ഊർജം നിങ്ങളുടെ മനസ്സിൽ ഉള്ളവരാകുന്നു. എന്നാൽ ഇപ്പോൾ പല ചിന്തകളും നെഗറ്റീവായ ചിന്തകളും മനസ്സിലേക്ക് കടന്ന് വരുന്നു എന്നതാണ് വാസ്തവം. മനസ്സിന് സ്വസ്ഥതയില്ലാത്ത സാഹചര്യമുണ്ട്. എന്നാൽ ഭഗവാനെ നിങ്ങൾ നിത്യവും പ്രാർത്ഥിക്കുന്നതിലൂടെ ഈ പ്രശ്നങ്ങളിൽ നിന്നും പുറത്ത് കടക്കുവാൻ നിങ്ങൾക്ക് സാധിക്കും. മനസ്സിലേക്ക് പോസിറ്റീവായ ഊർജം നിറയുകയും ശരിയായ രീതിയിൽ ചിന്തിക്കാനും പ്രവർത്തിക്കാനും സാധിക്കുന്നതായ സാഹചര്യങ്ങൾ നിങ്ങളുടെ ജീവിതത്തിലേക്ക് കടന്ന് വരിക തന്നെ ചെയ്യും. കുറ്റപ്പെടുത്തിയ വ്യക്തികൾ നിരവധിയുണ്ട്. എന്നാൽ അവർ പോലും നിങ്ങളെ തിരിച്ച് പ്രശംസിക്കുന്നതായ സാഹചര്യം നിങ്ങളുടെ ജീവിതത്തിലേക്ക് കടന്ന് വരിക തന്നെ ചെയ്യും. പല കാര്യങ്ങളും നിങ്ങളുടെ ജീവിതത്തിൽ സംഭവിക്കുന്നതാണ്. പല മാറ്റങ്ങളും നിങ്ങൾക്ക് ജീവിതത്തിൽ കൊണ്ടുവരുവാൻ സാധിക്കും. 41 ദിവസങ്ങൾക്കുള്ളിൽ ഈ കാര്യങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ പ്രാവർത്തികമാവുക തന്നെ ചെയ്യും. നഷ്ടപ്പെട്ടത് പലതുണ്ട്. അതിൽ ചിലത് നിങ്ങൾക്ക് തിരികെ ലഭിക്കുന്നതായ സാഹചര്യങ്ങൾ പോലും ജീവിതത്തിലേക്ക് വന്നു ചേരും. യാത്ര ചെയ്യുവാൻ സാധിക്കുന്നതായ സ്ഥലങ്ങളിലേക്ക് യാത്രയ്ക്കുള്ള അവസരങ്ങൾ പോലും വന്നു ചേരാം. സാമ്പത്തിക പ്രശ്നങ്ങൾ പരാധീനതകൾ ഒരു പരിധിവരെ കുറച്ച് കൊണ്ടുവരുവാൻ നിങ്ങൾക്ക് സാധിക്കുക തന്നെ ചെയ്യും. കൂടാതെ ഗൃഹദോഷം രോഗങ്ങൾ അലട്ടുന്നു എങ്കിൽ പോലും അത് നിങ്ങൾക്ക് പരിഹരിക്കുവാൻ സാധിക്കുന്നതായ സാഹചര്യമാണ് ഉള്ളത്. നിത്യവും ഭഗവാനെ നിങ്ങൾ ആരാധിച്ച് തന്നെ മുന്നോട്ട് പോവുക. പല കാര്യങ്ങളിലും മാറ്റങ്ങൾ വന്നു ചേരും. വിദ്യയിൽ ഉയരുക, കാര്യവിജയങ്ങൾ നേടുവാൻ സാധിക്കുക, തൊഴിലിടത്ത് നിങ്ങളുടെ കഴിവുകൾ തെളിയിക്കുവാൻ സാധിക്കുക തുടങ്ങിയ നിരവധിയാർന്ന കാര്യങ്ങൾ സംഭവിക്കും. നിങ്ങൾ ആ വീടിന്റെ ഐശ്വര്യമായി മാറുന്ന സാഹചര്യം തന്നെയാണ് വന്നു ചേരുക. അതിനാൽ ഭഗവാനിൽ പൂർണ്ണ വിശ്വാസം അർപ്പിച്ച് ഭഗവാനെ നിത്യവും ആരാധിച്ച് അടുത്തുള്ള അയ്യപ്പ ക്ഷേത്രങ്ങളിലും അടുത്തുള്ള ശിവക്ഷേത്രത്തിലും ദർശനം നടത്തി നിങ്ങൾ മുന്നോട്ട് പോവുക. കാര്യങ്ങൾ അനുകൂലമാകും.